ഈ വണ്ടി ഏതാണെന്ന് ആരോടും അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ 9 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഗംഭീര റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ 9 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ ആയിട്ട് കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ വേറെ എവിടെയല്ല, ഇത് എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് റിവ്യൂ എടുക്കുന്നത്. ഇത് 2017 സ്വിഫ്റ്റ് പെട്രോൾ മോഡലാണ്. VXI മോഡലാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്ക് അലോയ് വീൽസ്, റിയർ വൈപ്പർ ഒന്നും ഇല്ല. മാരുതിയുടെ വാഹനങ്ങളെ പൊതുവെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നതാണ് വണ്ടി പപ്പടമാണ്, ബോഡി ക്വാളിറ്റി തീരെയില്ലാത്ത വണ്ടികളാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ സെയിൽ നിൽക്കുന്ന മാരുതിയുടെ വാഹനങ്ങൾ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ റിലയബിലിറ്റി തന്നെയാണ്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ എത്ര ലക്ഷം കിലോമീറ്റർ വേണമെങ്കിലും ഈ മാരുതിയുടെ വണ്ടികൾ ഓടും. പിന്നെ രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ടത് അതിൻ്റെ സർവീസ് തന്നെയാണ്. നമ്മളൊരു ഷോറൂമിലേക്ക് മാരുതി വാഹനമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് തരുന്ന കറക്റ്റ് ടൈം ഡ്യൂറേഷനൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു പ്രമുഖ വാഹന കമ്പനിയുടെ സർവീസ് വളരെ മോശമാണെന്നുള്ളൊരു വീഡിയോ ഇട്ടതിന് താഴെ ഒരുപാട് പേര് ട്രോൾ ചെയ്തൊരു വണ്ടിയാണ് ഈ മാരുതിയുടെ. അപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് മാരുതിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര ഹേറ്റേഴ്സ് എന്ന്. ബോഡി ക്വാളിറ്റി കുറവാണെന്നുള്ളൊരു കാര്യം ഞാൻ അംഗീകരിക്കാം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ മറ്റുള്ള വണ്ടികളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ മാരുതിക്ക് ബോഡി ക്വാളിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇപ്പം നിലവിൽ വരുന്ന വിക്ടോറിയസ് തൊട്ടുള്ള വണ്ടികളെല്ലാം നല്ല ബോഡി ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ ബോഡി ക്വാളിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പല വണ്ടികളും ഷോറൂമിൽ സർവീസിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ തനി സ്വഭാവം. എല്ലാ വണ്ടികളും എല്ലാ സർവീസ് സെൻ്ററും അങ്ങനെയാണെന്നല്ല, എന്നാലും പല സർവീസ് സെൻ്ററുകളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ ഈ വണ്ടി 9 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. മേജറായിട്ടുള്ള ആക്സിഡൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറിയ രീതിക്കുള്ള തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വലിയ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തപ്പോഴാണെങ്കിലും മാക്സിമം 4-5 ദിവസത്തിനുള്ളിൽ എനിക്ക് ക്ലെയിം ചെയ്ത് വണ്ടി റെഡിയാക്കി കൈ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിന് കൊടുക്കുന്ന സർവീസ് സെൻ്ററുകൾ വളരെ കുറവാണ്. ഈ ഒരു വണ്ടി ഏകദേശം 95,000 കിലോമീറ്റർ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഓരോ തവണത്തെ സർവീസ് കോസ്റ്റ് വരുന്നത് 6,000 മുതൽ 7,000 വരെയാണ്. 7,000-ത്തിലധികം വണ്ടിയുടെ സർവീസ് അങ്ങനെ പോവാറില്ല. പിന്നെ എന്തെങ്കിലും സ്പെയറോ മറ്റോ മാറാനുണ്ടെങ്കിൽ മാത്രമേ അതിൽ മേലേക്ക് സർവീസ് കോസ്റ്റ് പോകാറുള്ളൂ. ഞാൻ പേഴ്സണലി ഈ വണ്ടി ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മാരുതിയുടെ വണ്ടി എടുക്കേണ്ട അവസ്ഥ വന്നാലും എനിക്ക് അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി. 9 വർഷം ഉപയോഗിച്ചിട്ട് മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല ക്വിക്ക് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയൊരു മാരുതിയുടെ വണ്ടി എടുത്താലും അതേ സർവീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വണ്ടി ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരൊക്കെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് തലവേദന ഇല്ലാതെ അത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമേ നമ്മളെല്ലാവരും നോക്കത്തുള്ളൂ. ഞാനും അത് തന്നെയാണ് നോക്കിയത്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ വലിയ എക്സ്പെൻസ് ഒന്നും ആവാതെ ഡെയിലി നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റണം. അല്ലാതെ ബോഡി ക്വാളിറ്റി മാത്രം ഉണ്ടായിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വീട്ടിലും സർവീസ് സെൻ്ററിലും ആയിട്ട് കയറി ഇറങ്ങി നടക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി നോക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഷോറൂമിലായിട്ട് എന്ത് കംപ്ലൈൻ്റ് ആയാലും കൊണ്ടു നടക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല വണ്ടി നോക്കാം. അല്ലാതെ റിലയബിളായിട്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കുറഞ്ഞാലും നിങ്ങളുടെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണെങ്കിൽ മാത്രം നിങ്ങൾ മാരുതിയുടെ വണ്ടികളിലേക്ക് നോക്കിയാൽ മതി. എല്ലാ സർവീസും പ്രോപ്പറായിട്ട് ഞാൻ ഷോറൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മളിനി വിൽക്കുമ്പോൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും സർവീസ് ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് ഈസി ആയിട്ട് എല്ലാ സർവീസും ചെയ്യുന്ന വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ടൈപ്പ് 2 സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലൊരു കാണാൻ ഭംഗിയുള്ള വണ്ടിയാണ്. അത് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും നല്ല വണ്ടികൾ തന്നെയാണ്. ഒത്തിരി ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് നല്ല രീതിക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കുന്നവരൊക്കെ ഉണ്ട്. സാമാന്യം കുഴപ്പമില്ലാത്ത മൈലേജൊക്കെ ഈ വണ്ടി തരുന്നുണ്ട്. ഹൈവേയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം 21-22 കിലോമീറ്റർ വരെയൊക്കെ എനിക്ക് മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെപ്പോഴും ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ മൈലേജൊക്കെ ഇത്തിരി കുറവ് കാണിക്കുള്ളൂ. അല്ലാണ്ട് കറക്റ്റായിട്ട് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു മിനിമം സ്പീഡിലൊക്കെ ഓടിക്കുവാണെങ്കിൽ നല്ല മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. ഈ വണ്ടിയിൽ എനിക്ക് ഇതുവരെ എടുത്തിട്ട് വന്നിരിക്കുന്നൊരു മേജർ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സൽ ഒരു പ്രാവശ്യം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ആക്സൽ കംപ്ലയിൻ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെ ആയിരുന്നു. ഒരു തവണ ഞാൻ ഷോറൂമിൽ സർവീസിന് കൊണ്ടുവന്നപ്പോൾ അവർ സർവീസ് അഡ്വൈസർ തന്നെയാണ് അത് ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവർ മാറ്റിയത്. അവർ തന്നെ ഓർഡർ ചെയ്തിട്ട് ഒരു 4 ദിവസം 5 ദിവസത്തിനുള്ളിൽ വണ്ടിയിൽ അത് റീപ്ലേസ് ചെയ്ത് തന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാറുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അവർ മാറി തരാറുണ്ട്. പിന്നെ ഈ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നും വിടും. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഷോക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയെങ്കിലും എഞ്ചിൻ സൈഡിൽ നിന്ന് യാതൊരുവിധ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒറ്റ കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി വളരെ റിലയബിൾ ആണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എടുക്കുന്നവനെ മുടിപ്പിക്കില്ല. എൻ്റെ ഫസ്റ്റ് കാറാണിത്. ഞാൻ ആദ്യമായിട്ടൊരു കാർ എടുത്തപ്പോൾ ഒത്തിരി നോക്കിയിട്ടാണ് ഞാൻ ഈ മാരുതി സ്വിഫ്റ്റിലേക്ക് തന്നെ എത്തിയത്. എൻ്റെ കൂടെ കമ്പാരിസനായിട്ട് ഉണ്ടായിരുന്നത് വോക്സ്വാഗൺ പോളോയും i20 ആണ്. പക്ഷേ എന്നോട് ധാരാളം പേര് പറഞ്ഞത് ഡെയിലി യൂസിനാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതെങ്കിൽ അതിനകത്ത് സ്വിഫ്റ്റ് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ്. അതിന് 100% നീതി പുലർത്തിയ ഒരു വണ്ടി കൂടിയാണിത്.
ഈ വണ്ടി കാരണം തലവേദന എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിനി ഭാവിയിൽ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ധൈര്യമായിട്ട് എടുക്കാം. നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും നിലവിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്കത് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സർവീസ് സെൻറ്ററിലാണെങ്കിലും നല്ല സർവീസുകൾ തന്നെയാണ് ഈ വണ്ടിയുടെ. ഇൻറ്റീരിയറിലേക്കൊക്കെ നോക്കുവാണെങ്കിലും ധാരാളം സ്പെക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ മിനിമലായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയേക്കണ സ്വിഫ്റ്റിനേക്കാളൊക്കെ കൂടുതൽ ഭംഗി പഴയ ടൈപ്പ് 2 സ്വിഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ വരുന്ന വണ്ടിയുടെ കുറച്ചുകൂടി നല്ല ബോഡി ക്വാളിറ്റിയൊക്കെ ആണെന്നൊക്കെ പറയുന്നു. അതെന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. കാരണം ബാക്കി ഒന്നിനും മാരുതിനെ പോരായ്മ പറയാനില്ല. ആകെ ബോഡി ക്വാളിറ്റിയുടെ കാര്യം മാത്രമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതുകൂടി മികച്ചതാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടി തന്നെയായിരിക്കും മാരുതിയുടെ വണ്ടികൾ. ഇപ്പോഴും ധാരാളം ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ ടൈപ്പ് 2 സ്വിഫ്റ്റ്. ഇതിൻ്റെ തന്നെ ഡീസൽ വണ്ടി എന്ന് പറയുന്നത് നല്ല പവറുള്ള വണ്ടിയാണ്. പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ധാരാളം ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മൈലേജും ഉണ്ട്, അത്യാവശ്യം നല്ല പവറും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വീക്കിലി അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂടുതലും പെട്രോൾ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്രോൾ വണ്ടി ആകുമ്പോൾ കുറച്ച് ദിവസം കിടന്നാലും വണ്ടിക്ക് അങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളോ വേറെ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ സ്പെയർ മാറാനാണെങ്കിലും പെട്രോൾ വണ്ടിയുടെ സ്പെയറിന് വിലക്കുറവാണ് ഡീസലിനേക്കാളും. മൈലേജിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പം നിലവിൽ വരുന്ന വണ്ടികളൊന്നും ഡീസലില്ല. പണ്ടത്തെ സ്വിഫ്റ്റ് ആയിരുന്നു ഡീസലും പെട്രോളും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ വണ്ടി എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സമ്മതിക്കാത്ത കുറേ ടീമുകളുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വണ്ടി നല്ലതാണെന്ന് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില പ്രമുഖ വണ്ടികൾ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വണ്ടി ലോറിക്കിട്ട് ഇടിച്ചാൽ ലോറിയെ മറിയുള്ള അവരുടെ വണ്ടിക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ അത്രയും കൊള്ളൂല്ലാത്തൊരു വണ്ടി എടുത്ത് വീട്ടിലിട്ടിട്ട് എന്താണ് കാര്യം? മാക്സിമം ആക്സിഡൻറ്റ് ഉണ്ടാവാതെ ഡെയിലി നന്നായിട്ട് ഉപയോഗിച്ച് പോകാനാണ് ഒരാൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ബോഡി ക്വാളിറ്റി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്ത് ബോഡി ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 ദിവസത്തിനുള്ളിൽ ഞാനിത് പണിതിറക്കും. പക്ഷേ ബോഡി ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന വണ്ടികൾ 1 മാസം 1.5 മാസമൊക്കെ ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ തന്നെ കിടക്കും. അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ബെനിഫിറ്റ്. കസ്റ്റമേഴ്സിനെ അത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് മാരുതിയുടെ സർവീസ് സെൻറ്ററുകൾ. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഊബറൊക്കെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. കൂടുതലായിട്ട് മാരുതിയുടെ വാഹനങ്ങളാണ് ഊബർ ആക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, വണ്ടിയുടെ വിലക്കുറവും സർവീസ് സെൻറ്ററും മൈലേജും ഒക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള വാഹനങ്ങളാണ് ഇവർ ഇറക്കുന്നതും. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ, ഞാൻ ഇത്രയും നാളായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടിയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഈ വണ്ടിയല്ല, ഏത് വണ്ടി എടുത്താലും നിങ്ങളുടെ പർപ്പസ് നോക്കി മാത്രം വണ്ടി എടുക്കുക. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.